പ്രസവശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘം അന്വേഷണം തുടങ്ങി. വിവിധ വിഭാഗങ്ങളിലെ മെഡിക്കൽ രേഖകളാണ് ആദ്യം പരിശോധിക്കുക. അതേസമയം ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ അബ്ദുൽ സലാം രാജിവെച്ചതായി സൂചനയുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്, സർജറി, തീവ്രപരിചരണ വിഭാഗം എന്നിവിടങ്ങളിലെ രേഖകളാണ് അന്വേഷണ സംഘം ആദ്യം പരിശോധിക്കുക. തുടർന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവരുടെയും മരിച്ച ഷിബിനയുടെ ബന്ധുക്കളുടെയും മൊഴിയെടുക്കും. സർജറി വിഭാഗം മേധാവി ഡോക്ടർ NS സജികുമാർ, മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് രാഘവൻ, ഗൈനക് വിഭാഗം യൂണിറ്റ് ചീഫ് ഡോക്ടർ ആർദ്ര, ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർ കൃഷ്ണൻ എന്നിവരടങ്ങുന്ന സമിതി അടുത്തയാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് റിപ്പോർട്ട് കൈമാറും. എന്നാൽ ഡോക്ടർമാരുടെ അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായും വിശ്വാസമില്ലെന്ന് ഷിബിനയുടെ കുടുംബം പറയുന്നു. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനയുടെ മരണത്തെ തുടർന്ന് ആശുപത്രിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. അതേസമയം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിക്കടി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളിൽ തന്നെ മാത്രം ബലിയാടാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം രാജി നൽകിയതെന്നാണ് സൂചന. പ്രിൻസിപ്പലിന് നൽകിയ രാജിക്കത്തിൽ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് മറ്റൊരാളെ കണ്ടെത്തണമെന്നും പറയുന്നു. എന്നാൽ രാജിക്കത്ത് നൽകിയ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സൂപ്രണ്ടിനെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ജനം, ആലപ്പുഴ.